ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങുകയാണ്. ഈ ഒരു ഇടവേളയ്ക്ക് കാരണം നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ അച്ഛൻ്റെ മരണം. കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ദുഃഖത്തിലും പിന്നെ അതിൻ്റെ പല ചടങ്ങുകൾ അങ്ങനെ എല്ലാമായിട്ട് വിഷമകരമായ കുറച്ച് നാളുകളാണ് ഞങ്ങൾക്കിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന ഈ അങ്കിളിനെ കാണാൻ അച്ഛൻ പോകുന്നത് പോലെ തോന്നിയിട്ട് പുറകേ വച്ച് പിടിച്ചതാണ്. അച്ഛൻ പോകുന്നത് പോലെ തന്നെ തോന്നുകയാണ്. ഈ ഏജിലുള്ള ആരെ കണ്ടാലും ഇപ്പോൾ അച്ഛൻ്റെ ഓർമ്മകളാണ് മനസ്സിൽ നിറയെയും വരുന്നത്. അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടും ഒരുപാട് പേര് മെസ്സേജുകൾ അയച്ചിരുന്നു. എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. അച്ഛൻ്റെ ഓർമ്മകളിലൂടെ എൻ്റെ എല്ലാ ആവശ്യത്തിനും എപ്പോഴും എൻ്റെ കൂടെ വരുന്നത് അച്ഛനാണ്. ഈ കഴിഞ്ഞ മെയ് 2-ന് എനിക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ മടി പിടിച്ചിരുന്നിട്ട് കൂടി അച്ഛനാണ് എന്നെ വിളിച്ചിട്ട് ലേറ്റ് ആക്കണ്ട, വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടി പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഇതുപോലെ വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക ഒക്കെയാണ്. അച്ഛനും അമ്മയ്ക്കും അതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം അവരെ ഒഴിവാക്കിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ മെയ് 2-ഉം മെയ് 3-ഉം ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് മെയ് 4-നായിരുന്നു അനൂപേട്ടൻ്റെ ബർത്ത്ഡേ. അതിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തതൊക്കെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. സർപ്രൈസ് ഗിഫ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഇമ്പീരിയൽ കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. അന്ന് ആ ഒരു സർപ്രൈസൊക്കെ കൊടുത്തതിന് ശേഷം വൈകിട്ട് ഞങ്ങൾക്കൊരു കോള് വരുന്നതും അച്ഛനിങ്ങനെ നെടുമങ്ങാട് വെച്ച് ആക്സിഡൻ്റ് ആയി എന്നൊക്കെ, അതും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും ഞാൻ അച്ഛന് ഹോസ്പിറ്റലിലായിരുന്നു. മെയ് 5-ന് സർജറി ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിലൊക്കെ അച്ഛന് എന്നോട് സംസാരിച്ചിട്ട് ഉറങ്ങുന്നതും കാലിന് ഒരു സർജറി, പ്ലേറ്റ് ഇട്ടു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. അങ്ങനെ അച്ഛനും എല്ലാം ഓക്കെ ആയി വരികയായിരുന്നു. ഇനി നമുക്ക് റിവ്യൂവിന് പോയാൽ മതിയായിരുന്നു.
അച്ഛൻ്റെ അനിയത്തിയുടെ മകനും തിരിച്ചു പോകുന്നു. ലാസ്റ്റ് ലീവിന് വന്നപ്പോൾ ചേട്ടൻ്റെ വീഡിയോസും ഞങ്ങൾ കാരക്ക പറിക്കുന്നതും ഒക്കെ എടുത്തതാണ് അന്ന് അച്ഛനോടൊപ്പം. അന്നും മാമ ഞാൻ ഇനി അടുത്ത ലീവിന് വരും, അപ്പോൾ നമുക്ക് ഈ മരം മൊത്തത്തിൽ മുറിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് ചേട്ടൻ. അപ്പോൾ കണ്ണൻ ചേട്ടനും പെട്ടെന്ന് ലീവ് എടുത്ത് വരേണ്ടി വന്നു. ഓക്കെ വണ്ടി പോവാണ്. ശരി, നിനക്ക് 11-ാം തീയതി വൈകുന്നേരം സാധനങ്ങൾ നിൽക്കും. പിന്നെ അലക്കിയ മുണ്ടുണ്ടോ? അയാൾക്കൊരു മുണ്ട് വേണം. അലക്കിയ ഒരു മുണ്ട്